السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قل إنما أدعو ربي ولا أشرك به أحدا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അവന് കീഴൊതുങ്ങി ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കുന്ന അവൻ്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് പ്രധാന സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോ ആയിരുന്നു. വയനാട് ജില്ലയിലെ മുത്തങ്ങ എന്ന കാട്ടിലൂടെ ഒരു കുടുംബം യാത്ര ചെയ്യുകയാണ്. അവരുടെ കാറിലൂടെ വളരെ സന്തോഷകരമായി, എന്നാൽ കുറച്ച് പേടിയോടുകൂടി, അത്യാവശ്യം മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പേടിയോടെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആന അവരുടെ മുമ്പിലേക്ക് വരികയാണ്. ഈ ആനയെ കണ്ടതോടുകൂടി ആ കാറിലുള്ള മുതിർന്ന ഒരു സ്ത്രീ ഉറക്കെ വാവിട്ട് കരയാണ്, ബദരീങ്ങളെ കാക്കണേ എന്ന്. ഈ വീഡിയോ പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുകയും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പല രൂപത്തിലുള്ള നിരൂപണങ്ങളും ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരുപക്ഷെ വീട്ടിലുള്ള ആളുകളോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ സമാധാനം നിങ്ങളിൽ ഉണ്ടാവട്ടെ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ സമാധാനം നിങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പരസ്പരം പ്രാർത്ഥിച്ച് കൈകൊടുത്ത് പുറത്തിറങ്ങിയവരായിരിക്കാം അവർ. യാത്ര പുറപ്പെടുമ്പോഴുള്ള പ്രാർത്ഥന സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് പ്രയോജനകരമാക്കി തീർത്ത നിനക്ക് സർവസ്തുതി, നീയാണ് ഏറ്റവും പരിശുദ്ധൻ എന്നുള്ള ആ പ്രാർത്ഥന വരെ ചൊല്ലി പുറത്തിറങ്ങിയതായിരിക്കാം അവർ. ഇങ്ങനെയൊക്കെയുള്ള യാത്രകളിൽ പോലും ഒരു അപകടം തങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഒരു വ്യക്തി തന്റെ ഉപബോധ മനസ്സിൽ സ്വാഭാവികമായി വിളിച്ചു പോകുന്നത് ബദരീങ്ങളെയാണ് എങ്കിൽ എവിടെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം എത്തി നിൽക്കുന്നത്? രണ്ടാമത്തെ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ ഇടയ്ക്ക് ഒരു ഹോസ്പിറ്റലിൽ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, ആ ആശുപത്രിയുടെ ഏറ്റവും മുന്നിലായിക്കൊണ്ട് എല്ലാവർക്കും കാണുന്ന രൂപത്തിൽ ഒരു പുതിയ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഫ്ലെക്സിൽ എഴുതിയിട്ടുള്ളത് കൈക്കുഞ്ഞുങ്ങളായ ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ
മന്ത്രിച്ചൂതിയ ചരടുകൾ ഇവിടെ ലഭ്യമാണ്, ഇവിടെ സമീപിക്കുക എന്ന് എഴുതി ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആ കുഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അവൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ആ ഗർഭപാത്രത്തിൽ ജീവിച്ചിട്ടുണ്ട്. അവന് പിന്നീട് റൂഹ് ഊതുന്നത് മുതൽ അവന് ജീവൻ വരുന്നത് മുതൽ അവന് വേണ്ട എല്ലാം, ഒരു മനുഷ്യൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതെല്ലാം ഒരു കുഞ്ഞിനും ആവശ്യമുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുട്ടറകൾക്കുള്ളിൽ ആ കുഞ്ഞിന് വായു വേണം, ഓക്സിജൻ വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം. ഇതൊക്കെ ആരാണ് എത്തിക്കുന്നത്? ഇന്ന് നമുക്ക് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഉമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ, ചെറിയ പ്രായമുള്ള ജനിച്ച കൈക്കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ തറയിൽ നിന്ന് വെച്ചുകൊണ്ട് കുറച്ചു നേരം മാറി നിൽക്കാൻ പോലും വലിയ പേടിയാണ്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും ഇഴജീവികൾ വരുമോ എന്നൊക്കെ പേടിയുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ഉമ്മ, ആ ഉമ്മ തന്റെ ഗർഭപാത്രത്തിനുള്ളിലെ ആ കുഞ്ഞിന് ആരാണ് സംരക്ഷണം നൽകുന്നത്, ആരാണ് ആ കുഞ്ഞിനെ പരിപാലിക്കുന്നത് എന്ന് ചിന്തിക്കാതെ പലപ്പോഴും ഇത്തരത്തിൽ ആ കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം ആരാണോ അവനെ ഉള്ളിൽ സംരക്ഷിച്ചത് അവൻ പുറത്തുമുണ്ട് എന്ന ബോധ്യമില്ലാതെ പലപ്പോഴും ഈ 5 രൂപയുടെ അല്ലെങ്കിൽ 2 രൂപയുടെ ഒരു ചരട്ടിൽ, ഒരു ഏലസിൽ, മന്ത്രിച്ചൂതിയ ഒരു അഴിക്കല്ലിൽ അതിൽ അഭയം പ്രാപിക്കുന്ന ഭയാനകമായ, അത്യന്തം ദയനീയമായ ഒരു കാഴ്ച. ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ മേഖലയിൽ പോലും വളരെ കൃത്യമായി, വളരെ അവർ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നു എന്നത്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ വികലമാക്കുന്ന, തൗഹീദിന് വിരുദ്ധമായി നിൽക്കുന്ന പല ചിന്തകളും അവരുടെ മനസ്സിലേക്ക് വരുന്നു എന്നത്, അതിൽ അവർ സ്വാധീനിക്കപ്പെടുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിനൊരു ക്രമമുണ്ട്. ഈ ലോകം, ഈ പ്രപഞ്ചം എന്നത് ഒരു ക്രമപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. ഏതൊരു സ്കൂളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്കൂളിൽ ഒരു രീതിയുണ്ട്. അവിടെ യൂണിഫോം ഉണ്ടാവും, അവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉണ്ടാവും, അവിടെ പിന്നെ കൃത്യമായി ക്രമീകരിച്ച പിരീഡുകൾ ഉണ്ടാവും. അതെല്ലാം ആ സ്കൂളിന്റെ മുന്നോട്ട് പോക്കിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്, അത് നിർബന്ധമാണ്. ഇനി റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ട്രാഫിക് സിഗ്നൽ ഉണ്ടാവും, ട്രാഫിക് പോലീസ് ഉണ്ടാവും. ഇടതുഭാഗത്തൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന് ഇവിടുത്തെ നിയമമുണ്ട്. പിന്നെ കാൽനടക്കാർ വലതുഭാഗത്തൂടെ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന നിയമമുണ്ട്. ഇതൊക്കെ അതിന്റെ ക്രമത്തിനെ പിന്നെ ഏറ്റവും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ക്രമത്തെ മൊത്തം തെറ്റിക്കുന്ന രൂപത്തിൽ ഒരു പട്ടം, അത് നൂലില്ലാത്തൊരു പട്ടമാണെങ്കിൽ അത് എങ്ങോട്ടെല്ലാമോ പോകുമോ, ആ രൂപത്തിൽ ക്രമവിരുദ്ധമായി പലതും സംഭവിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല പ്രത്യാഘാതങ്ങളും അതിൽ ഉണ്ടാവും എന്നത് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകലതും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഇവിടെ ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ക്രമത്തിന് വിരുദ്ധമായി അവനല്ലാത്ത മറ്റാരെങ്കിലും ആരാധിക്കുക എന്നത് ഏറ്റവും കൊടിയ അക്രമമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ തൗഹീദിൽ വരുന്ന, നമ്മുടെ വിശ്വാസ മേഖലയിൽ വരുന്ന പുഴുക്കുത്തുകളെ, അല്ലെങ്കിൽ അതിനെ വികലമാക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിനെ വിപുലീകരിക്കാനുള്ള, അത് ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇടയ്ക്കിടെ നമ്മൾ നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ കൊടിയ അക്രമമാകുന്നു ശിർക്ക് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് ജനിച്ച ഉടനെ ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു ചരട് കിട്ടുന്നതും, അല്ലെങ്കിൽ ഒരു യാത്രയിൽ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നതും ഒക്കെ ഈ ഗണത്തിൽ നോക്കുകയാണെങ്കിൽ എത്രമേൽ കൊടിയ പാപമാണ്, എത്ര വലിയ അക്രമമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത്തരമൊരു സംഗതി ഉണ്ടാവുന്നില്ല എന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ ലോകത്ത് വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഒക്കെയുണ്ട്. നിരീശ്വരവാദികളായ ഒരുപാടധികം ആളുകളുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നത് എളുപ്പമാണ് എന്ന് പറയാറുണ്ട്. കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലയുടെ ലാ ഇലാഹ എന്ന കാര്യം അവർ അംഗീകരിച്ചു കഴിഞ്ഞു. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ഇവിടെ ഈ ഭൂമിയിൽ നിരീശ്വരവാദമാണ്, ഈശ്വരൻ ഇല്ല, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഇത് യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്നെല്ലാം വാദിക്കുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ പകുതി അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി പകുതി കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് കടന്നു വരും എന്ന് പലപ്പോഴും പറയാറുണ്ട്. ആ രൂപത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളെ, അള്ളാഹു അല്ലാതെ യാതൊരു ഇലാഹുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹു ഉണ്ട് എന്നും അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്നും അവനാണ് ഇലാഹ് എന്നും വിശ്വസിക്കുന്ന ആളുകൾ ആ ഇലാഹിലേക്ക്, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലേക്ക്, അവന്റെ റുബൂബിയത്തിലേക്ക്, അവന്റെ അസ്മാഉ സിഫാത്തിലേക്കൊക്കെ മറ്റു പലരെയും അവർ പോലും അറിയാത്ത രൂപത്തിൽ പങ്കു ചേർക്കുന്ന, അതിൽ ചില കഴിവുകളൊക്കെ വകവെച്ചു കൊടുക്കുന്ന ഒരു സമീപനം ഇന്ന് മുസ്ലിം സമുദായത്തിൽ തന്നെ കാണാൻ കഴിയും. ഒരിക്കലും നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയോ ആ രൂപത്തിൽ ഒരു വിശ്വാസത്തിലെ വികലമായ രൂപത്തിൽ അതിനെ ചിത്രീകരിക്കുന്ന കാഴ്ചപ്പാടിലേക്ക് നീങ്ങാൻ പാടില്ല എന്നതാണ് അത്രമേൽ ഗൗരവകരമായ ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഖാലിഖാണ്, അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചവൻ. അള്ളാഹു അല്ലാത്തതെല്ലാം മഖ്ലൂഖാണ്, സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ ഒരു കാഴ്ചപ്പാടിനെ ഇസ്ലാമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ
നമ്മ ഏവരും എല്ലാ ദിവസവും ഓരോ വക്തിലും പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവേ, നിനക്കാണ് സർവ്വസ്തുതിയും. സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ് എന്ന ആലമീൻ എന്ന പദത്തിന് അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വൽ ആലമീന ജംഉ ആലമീൻ വഹുവ കുല്ലു മൗജൂദിൻ സിവല്ലാഹി അസ്സ വജൽ. ജംഉ ആലം, ആലം എന്നതിന്റെ ബഹുവചനമാണ്, ജംആണ് യഥാർത്ഥത്തിൽ ആലമീൻ എന്നത്. വഹുവ കുല്ലു മൗജൂദിൻ സിവല്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന് പുറമെയുള്ളതെല്ലാം ഈ ബഹുവചനത്തിൽ ഈ ആലമീനിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ്. അള്ളാഹു അല്ലാത്തതെല്ലാം ആലമീനിൽ ഉൾക്കൊള്ളുന്നു. ജിന്നാവട്ടെ മനുഷ്യരാവട്ടെ സർവ്വചരാചരങ്ങളും എല്ലാം ഈ വിഷയത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ്. മിനൽ ജിന്നി വൽ ഇൻസി വൽ ജിബാലി വൽ അശ്ജാരി, ഇവിടെ മരങ്ങളാവട്ടെ പർവ്വതങ്ങളാവട്ടെ എല്ലാം ഈ ആലമീനിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ്. അള്ളാഹു അല്ലാത്തതെല്ലാം അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അവയെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലൂടെയും പ്രമാണങ്ങളിലൂടെയും പറഞ്ഞു തരുന്നുണ്ട്. അഭൗതികമായ മാർഗത്തിലൂടെ സൃഷ്ടികളിൽ ഇടപെടാൻ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നതാണ് നമ്മുടെ തൗഹീദിന്റെ ഏറ്റവും കാതലായ വശം. യഥാർത്ഥത്തിൽ മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ശുദ്ധ പ്രകൃതിയിൽ നമ്മളെല്ലാവരും ജനിച്ചു വീഴുന്ന സമയത്ത് തന്നെ ഈ വിശ്വാസവുമായിട്ടാണ് കടന്നു വരുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. പലപ്പോഴും പറയാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ മാത്രമാണ് സൃഷ്ടിക്കുന്നുള്ളൂ, അതല്ലാതെ നീചന്മാരായ മനുഷ്യരെ അള്ളാഹു സൃഷ്ടിക്കുന്നില്ല. അവരങ്ങനെ ആയിത്തീരുന്നതാണ്. അവരുടെ സാമൂഹ്യ പരിസരം, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അവരുടെ മാതാപിതാക്കളുടെ മതം, ഇതെല്ലാം ആചരിച്ചുകൊണ്ട് അതിൽ വശമതരായിക്കൊണ്ട് അവരുടെ വിശ്വാസവും ആ രൂപത്തിൽ ആക്കപ്പെടുന്നതാണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഏവരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം എന്നത്, പരമമായ ലക്ഷ്യം എന്നത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് തന്നെയാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ അല്ലാതെ അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും മറ്റൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സൃഷ്ടിപ്പിന്റെ പിന്നിലെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം നമ്മളെല്ലാവരും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നത് അത് തൗഹീദാകുന്നു. തൗഹീദിന്റെ സംസ്ഥാപനത്തിനും അതിന്റെ പ്രചാരണത്തിനുമാകുന്നു അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒരാൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പ്രവേശിക്കുന്നത് തന്നെ, നമുക്ക് ഇസ്ലാമിലേക്കുള്ള എൻട്രി ടിക്കറ്റ് കിട്ടുന്നത് തന്നെ ഈ ഷഹാദത്തിലൂടെയാണ്. തൗഹീദ് നമ്മൾ അംഗീകരിച്ചാൽ മാത്രമാണ് നമുക്ക് ഇസ്ലാമിലേക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഇതിൽ തെറ്റിപ്പോകാൻ മറ്റു പല കാരണങ്ങളും ഉണ്ടാവും. എന്നാൽ തൗഹീദ് അംഗീകരിച്ച ഒരാൾക്ക് മാത്രമാണ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ഇസ്ലാമിലേക്കുള്ള തുടക്കം കിട്ടുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമ്മുടെ തുടക്കവും ഒടുക്കവും ഒക്കെ എല്ലാ പ്രവാചകന്മാരും ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഓരോ പ്രവാചകന്മാരും അവർ പറഞ്ഞിട്ടുള്ളത്, അവർ ജീവിച്ചിട്ടുള്ളത്, അവരുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ പ്രഥമ പരിഗണന എന്നത് അത് തൗഹീദിനെ വ്യാപിപ്പിക്കുക, എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് തന്നെയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ മക്ക ജീവിതം വലിയൊരു തെളിവാണ് നമുക്കുള്ളത്. പ്രവാചകന്റെ നീണ്ട 13 വർഷക്കാലം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജീവിതം ജീവിക്കുന്ന സമയത്ത് ആ മക്കയിലുടനീളം അവിടെയുള്ള വിശ്വാസികൾക്ക് അവർക്ക് നമസ്കാരമോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ആ രൂപത്തിൽ നിർബന്ധമായിരുന്നില്ല. അവർക്കുള്ള ഏറ്റവും വലിയ ആരാധനാ കർമ്മം എന്നത് മക്കയിലുള്ള ജീവിതകാലത്ത് വിശ്വാസികളായി ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ ആരാധനാ കർമ്മം എന്നത് അവരുടെ വിശ്വാസത്തെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുക, അവരുടെ പ്രാർത്ഥനകളെ, അവരുടെ വഴിപാടുകളെ, അവരുടെ നേർച്ചകളെ അതെല്ലാം തൗഹീദിന് വിധേയമാക്കുക എന്നത് മാത്രമായിരുന്നു. അതല്ലാത്ത മറ്റ് ആരാധനാക്രമങ്ങൾ അവർക്ക് നിർബന്ധമാക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ ആദ്യം ഏത് പ്രവാചകന്മാർ വന്നു കഴിഞ്ഞാലും അവരുടെ ലക്ഷ്യം എന്നത്, അവരുടെ തുടക്കം എന്നത് അത് തൗഹീദിന്റെ സംസ്ഥാപനമായിരുന്നു. ഇനി ഏതൊരു മനുഷ്യന്റെയും ഒടുക്കവും പറയുന്നത്, ഏതൊരു വ്യക്തിയും മരണപ്പെടുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയാണ്, ആ മരണപ്പെടുന്ന സമയത്ത് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ ആളായിക്കൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് മരിക്കുന്നത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നതാണ്. നമ്മൾ എല്ലാവരും നിരന്തരം ഓതുന്ന ഒരു ആയത്താണ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമീൻ. റബ്ബേ, എന്നെ ഒരു മുസ്ലിം അല്ലാതെ, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഒരു മുസ്ലിമീങ്ങളിൽ പെടാതെ റബ്ബേ എന്നെ നീ മരിപ്പിക്കരുത് റബ്ബേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ തുടക്കവും ഒടുക്കവും ഒക്കെ ഈ തൗഹീദിനെ ചുറ്റിപ്പറ്റിയാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ആദ്യത്തെ കൽപ്പനയും തൗഹീദിനെ പറ്റിയാണ്. ആദ്യത്തെ വിരോധവും ശിർക്കിൽ നിങ്ങൾ മാറി നിൽക്കണം എന്നതാണ്. അത്രമേൽ പ്രാധാന്യത്തോടെ പരിശുദ്ധ ഖുർആൻ തൗഹീദും റിസാലത്തും ആഖിറത്തുമാണ് നമുക്കറിയാം. അത്രമേൽ പ്രാധാന്യത്തോടെ തൗഹീദിനെ പറയുന്നുണ്ടെങ്കിൽ
നമ്മുടെ ജീവിതത്തിലും ആ തൗഹീദിന് വിഘാതമാകുന്ന, നമ്മൾ പോലും അറിയാതെ ശിർക്ക് കടന്നു വരുന്നത് ഒരു ചെറിയ ഉറുമ്പ് ഒരു കറുത്ത പാറക്കല്ലിലൂടെ എങ്ങനെയാണോ കടന്നു വരുന്നത് അതുപോലെ ഗോപ്യമായിക്കൊണ്ട് ശിർക്ക് നമ്മളിലേക്ക് കടന്നു വരുമെന്ന് പറയുമ്പോൾ, ആ ശിർക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും അത് പൊളിഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ശിർക്കിന് സ്ഥാനമുണ്ടാവാൻ പാടില്ല. തൗഹീദിനെ അതിനെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ അതിനൊന്നും ഒരു ലഘൂകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച അങ്ങനെയല്ല. ആലോചിക്കൂ, ഇന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേരത്തെ പറഞ്ഞ 2 സംഭവങ്ങൾ, അതിനു പുറമെ ഒരുപാടധികം അള്ളാഹുവിന്റെ സൃഷ്ടികളെ അള്ളാഹുവിന് പങ്കുകാരാക്കുന്ന, അള്ളാഹുവിന്റെ പുറമെ ഇലാഹുകളാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കല്ലിനെയും മുള്ളിനെയും തീയിനെയും മഴയെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെയാണ് പണ്ട് കാലത്തുള്ളവർ ആരാധിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പിന്നീട് കാലം മുന്നോട്ട് പോയപ്പോൾ അവർ ആരാധിക്കാൻ തുടങ്ങിയത് അമ്പിയാക്കളെയായിരുന്നു, ഔലിയാക്കളെയായിരുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ ആളുകളെയായിരുന്നു. അവരെയെല്ലാം തങ്ങൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ പല രൂപത്തിൽ കൊടുക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് അവരോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവരോട് ഇടയാന്മാരാക്കുക. നേരിട്ട് അള്ളാഹിനോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമല്ലേ എന്ന് പറഞ്ഞ് പല ഉദാഹരണങ്ങളുമായി, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ട്രാൻസ്ഫോമർ ഉദാഹരണം പറയാറുണ്ട്. നേരിട്ടൊരു വീട്ടിലേക്ക് കറണ്ട് എത്തുക എന്ന പ്രയാസമല്ലേ എന്ന് പറഞ്ഞ് ട്രാൻസ്ഫോമർ ഇടയ്ക്ക് വേണ്ടേ, അതുപോലെയാണ് മൊഹീദ്ദീൻ ഷേഖ്, അതുപോലെയാണ് CM മടവൂർ എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിൽ വെള്ളം ചേർക്കുന്ന, അള്ളാഹു അല്ലാത്തവരുമായി അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരുമായി അവരെ ഇലാഹുകളാക്കുന്ന, അവർക്ക് പല അള്ളാഹുവിന്റെ സിഫാത്തുകളും ഒക്കെ വകവെച്ചു കൊടുക്കുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ കഴിയും. ഇനി ഏറ്റവും ചുരുങ്ങിയത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ആളുകളെ അവർക്ക് വേണ്ടി പാട്ടുകളും ബൈത്തുകളും മാലമൗലൂദുകളും അല്ലെങ്കിൽ സ്വപ്നങ്ങളും അത് പോയി കള്ള കറാമത്ത് കഥകൾ വരെ, മായാവി കഥകൾ വരെ ഇന്ന് അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആളുകളെ ആരാധിക്കുവാൻ വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, അവരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇന്ന് പടച്ചുവിടുന്ന ചില പൗരോഹിത്യത്തെ നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത്, മുദബ്ബിറുൽ ആലം CM മടവൂരാണ് എന്ന് പറയുന്ന അവസ്ഥ വരെ, ഏതോ നാട്ടിൽ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ, ആ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്ന, ആ വ്യക്തിയുടെ അടുക്കൽ പോയി സുജൂദ് ചെയ്യുന്ന, ആ വ്യക്തിയെ ഇടയാളന്മാരാക്കുന്ന, അത്രമേൽ നമ്മുടെ വിശ്വാസത്തെ ആ രൂപത്തിൽ പ്രയാസപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെയൊക്കെ ഇന്നത്തെ കാഴ്ചപ്പാട് മാറിക്കഴിഞ്ഞു. സുജൂദ് ചെയ്യുന്ന, എത്രത്തോളം മുഹീദ്ദീൻ ഷേഖ് കുപ്പിയകത്തുള്ള വസ്തുവിനെ അത് എങ്ങനെയാണോ നമുക്ക് കാണാൻ കഴിയുക, അതുപോലെ നമ്മുടെ കൽബിനെ കാണുന്നവരാണ് ഷെയ്ഖ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മുടെയൊക്കെ നാട്ടിലെ ആളുകൾ മാറിക്കഴിഞ്ഞു എന്നത് അത്യന്തം ദയനീയമാണ്. ദർഗകളും മക്ബറകളും അല്ലെങ്കിൽ ജാറങ്ങളും ഒക്കെയായി അവിടേക്ക് ഖബർ സിയാറത്ത് നടത്താൻ എന്ന പേരിൽ ഒരുപാട് ആളുകൾ സിയാറത്ത് ടൂർ എന്ന പേരിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോലും നാഗൂരും മുത്തുപേട്ടയും അല്ലെങ്കിൽ അജ്മീറും ഒക്കെ സിയാറത്ത് ടൂറിന് വേണ്ടി കൊണ്ടുപോകുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ അവർക്കും ബോധ്യമുണ്ട് അള്ളാഹുവാണ് ഏകൻ, അള്ളാഹു അല്ലാത്ത മറ്റാരും ഇല്ലാതല്ല എന്ന ബോധ്യം അവർക്കുണ്ട്. പക്ഷെ എവിടെയോ അവരുടെയൊക്കെ മനസ്സിൽ വന്നുകൂടിയ ചില പ്രശ്നമാണ്, ചില പുഴുക്കുത്തുകളാണ്. അല്ല, മറ്റുള്ളവർക്കും കുറച്ചൊക്കെ സഹായം ചെയ്യാൻ കഴിയും, അള്ളാഹുലേക്ക് എത്രയും നമുക്കൊരു ഇടയാളമാർക്ക് വേണ്ടേ എന്ന രൂപത്തിൽ നമ്മുടെ വിശ്വാസത്തെ ആ രൂപത്തിൽ എത്ര നിസ്സാരമായി, നേരത്തെ പറഞ്ഞ ഏലസ് കിട്ടുന്ന, ഉറുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഐക്കല്ലുകൾ കിട്ടുന്ന, വീട്ടിൽ മന്ത്രിച്ചൂടിയ ചില ചരടുകളോ ചില അത്തരത്തിലുള്ള തകിടുകളോ ഒക്കെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് വെക്കുന്ന, അതിൽ വിശ്വാസത്തിൽ അഭയം പ്രാപിക്കുന്ന ഒരുപാടധികം ആളുകൾ. സഹോദരൻ ഒന്ന് ആലോചിച്ചു, അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് നിങ്ങൾ ഇബാദത്തുകൾ ചെയ്തോളൂ എന്നൊരു കൽപ്പന ഇസ്ലാമിൽ ഉണ്ടായിരുന്നെങ്കിൽ ആർക്കായിരിക്കും ഇബാദത്ത് ചെയ്യേണ്ടി വരിക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആയിരിക്കില്ലേ അങ്ങനെ കൊടുക്കേണ്ടത്? അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുമെന്ന് എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിയും? ഒരിക്കലുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരം ഔലിയാക്കളിലേക്കും അമ്പിയാക്കളിലേക്കും പുണ്യപുരുഷന്മാരിലേക്കും ഒക്കെ ഇത്തരം ആരാധനകൾ വകവെച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുക? ഒരിക്കലും നമുക്ക് കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു വിളിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിൽ മാത്രം നീ അഭയം പ്രാപിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു? നമ്മൾ ബലിപെരുന്നാൾ സമയത്തൊക്കെ നിരന്തരം കേട്ടൊരു പ്രാർത്ഥനയായിരുന്നു, അല്ലെങ്കിൽ തന്റെ പിതാവുമായി സംവദിച്ച ആ സംവാദത്തിലുടനീളം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹം തന്റെ പിതാവിനോട്, ബഹുദൈവാരാധകനായ വിഗ്രഹങ്ങളുടെ കച്ചവടക്കാരനായ തന്റെ പിതാവ് ആദർ, അദ്ദേഹത്തിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ കാര്യം, യാ അബതി, എന്റെ പൊന്നുപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ, ലിമ തഅബുദു, എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? നിങ്ങൾ പറയുന്നത് ഒന്നും കേൾക്കാത്ത ഈ വിഗ്രഹങ്ങളെ, വലാ യുബ്സിറു, നിങ്ങൾ ചെയ്യുന്നതൊന്നും കാണാത്ത ഈ വിഗ്രഹങ്ങളെ, വലാ യുഗ്നി അൻക ശൈഅ, നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ നാട് കടത്തുകയും അതിന്റെ പേരിൽ ഒരുപാട് ത്യാഗം അനുഭവിക്കുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ചരിത്രം നമ്മൾ ഈ ഇടെയാണ് കേട്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ടനാടിയേക്കാൾ നമ്മുടെ അടുത്തുള്ള, നമ്മൾ ചെയ്യുന്ന, നമ്മൾ കാണുന്ന, നമ്മൾ കേൾക്കുന്ന ഓരോന്നും കാണുന്ന അലീമായ, ഹബീറായ, ബസീറായ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടം പോലും കാണുന്ന ആ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഉണ്ടാവുമ്പോൾ പിന്നെ എന്തിനാണ് മറ്റ് ഇടയാളന്മാരെ നമ്മൾ സ്വീകരിക്കുന്നത്? യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനമായി എന്തിനാണ് അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കുന്നത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് എന്നതിന്റെ ഒന്നാമത്തെ ഉത്തരം എന്നത് അള്ളാഹുവും റസൂലും അങ്ങനെ കൽപ്പിച്ചു എന്നതുകൊണ്ട് തന്നെയാണ്. അള്ളാഹുവും റസൂലും പ്രമാണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് അള്ളാഹു പറഞ്ഞതാണ്, ഇത് വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ, ഒരു വിശ്വാസിയുടെ ലക്ഷണം എന്നത്. അതല്ലാതെ അത് എന്താ അങ്ങനെ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു മറുചോദ്യം ചോദിക്കുന്ന ആളുകളായി നമ്മൾ ആരും മാറാൻ പാടില്ല. ഇത് അല്ലാഹു റസൂലുഹു അംറ, അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ പ്രിഫറൻസ് എന്നത് അത് തീർച്ചയായും അത് എന്താണോ അത് അതുപോലെ ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ്. ഏത് വിഷയത്തിലേക്കും പ്രമാണങ്ങളിലേക്ക് തിരിച്ചു മടങ്ങുക എന്നതാണ് ഇസ്ലാമിൽ കൽപ്പിക്കാനുള്ളത്. ബാക്ക് ടു ടെക്സ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. എവിടെയാണോ പ്രമാണം ആ പ്രമാണങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. അതിന് എത്രത്തോളം 6-ാം നൂറ്റാണ്ടാണെന്നൊക്കെ പറഞ്ഞാലും ആ 6-ാം നൂറ്റാണ്ടിലാണ് യഥാർത്ഥ വിമോചനത്തിന്റെ മാർഗമുള്ളത്. നമ്മുടെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന ആ പാത ആ 6-ാം നൂറ്റാണ്ടിലുള്ള മതത്തിലാണുള്ളത് എന്ന ബോധ്യമാണ് ഓരോ വിശ്വാസിക്കും ഉണ്ടാവേണ്ടത്. നമ്മൾ ചിന്തിക്കണം. കഴിച്ചു മനുഷ്യരായ നമുക്ക് നമ്മുടെ കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്, നമ്മുടെ കേൾവിക്ക് പരിമിതിയുണ്ട്, നമ്മുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും ഒക്കെ പരിമിതിയുണ്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് ചിന്തിക്കേണ്ടത്? പ്രാപഞ്ചികമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കൂ, പർവ്വതങ്ങളിലേക്ക് നോക്കൂ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ, ഈ ഭൂമിയിലേക്ക് നോക്കൂ. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിലേക്ക് നിങ്ങൾ ഏറ്റവും കൃത്യമായി അടുക്കുക എന്നതാണ് അതിന്റെയൊക്കെ ലക്ഷ്യം. അതല്ലാതെ ഇതിപ്പോ എങ്ങനെ എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിശ്വാസം പോലും ഇല്ലാതാവുന്ന രൂപത്തിൽ ചിന്തിക്കാനല്ല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. നമ്മോട് ചിന്തിക്കാൻ പറഞ്ഞത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളാണ്. അങ്ങനെ അടുക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് തോന്നും റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക, റബ്ബനാ അല്ലാഹുവേ നീ ഈ സൃഷ്ടിച്ചതൊന്നും വൃഥാവിലല്ല, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്, സുബ്ഹാനക നീ പരിശുദ്ധനാണ് റബ്ബേ എന്ന് തിരിച്ചറിയാൻ പാകത്തിൽ നിങ്ങൾ ചിന്തിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ നാം ചിന്തിക്കേണ്ടത് പലപ്പോഴും ഇന്ന് ചിന്ത പോയി ഇബാദത്തുകളെ പറ്റി ചിന്തിക്കുന്ന അതുപോലെ സുബഹി 2 റക്അത്ത് എന്താ ഈ 33 തവണ മാത്രം നമസ്കാര ശേഷം മുന്നേ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലുന്നത് എന്താ 45 ആയ എന്താ 50 ആയ സുബഹി ഒരു 10 റക്അത്ത് നിസ്കരിച്ചാൽ ഒന്നുകൂടി നല്ലതല്ലേ എന്ന രൂപത്തിൽ ഇബാദത്തുകളുടെ കാര്യത്തിൽ, വഹീകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ പ്രമാണങ്ങളുടെ കാര്യത്തിൽ, പ്രമാണങ്ങളിൽ സ്വഹീഹായി വന്ന സ്ഥിരീകരിക്കപ്പെട്ട കാര്യത്തിൽ ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് പറഞ്ഞിട്ടില്ല. അത് കൃത്യമായി അംഗീകരിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. അതിലൊരിക്കലും നമ്മൾ ആ രൂപത്തിൽ ഒരു കളങ്കം ഉണ്ടാവാൻ നമുക്ക് പാടുള്ളതല്ല എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ചിന്താധാരയുണ്ടായത് ചരിത്രത്തിൽ കാണാൻ കഴിയും. മുഅ്തസിലാക്കൾ ആളുകൾ അവർക്ക് ഈ രൂപത്തിലുള്ള ചിന്താധാര കാണാൻ കഴിയും. ചില ഹദീസുകളെ അവർ അവരുടേതായ രൂപത്തിൽ അവർ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അവർ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ചില ഹദീസുകൾ അതിപ്പോ എന്താ ഇങ്ങനെ ഇപ്പോ മീസാനിൽ കനം തൂക്കും എന്ന് പറയുന്ന സമയത്ത് അവർ പറഞ്ഞത് അമലുകൾക്ക് കനം തൂക്ക്. പിന്നെ അമലുകൾ എങ്ങനെ കനം തൂക്കുക? ഒരു വസ്തുവിനെ അല്ലേ കനം തൂക്കുക? അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് തൂക്കി നോക്കാൻ കഴിയുക? അമലുകൾ തൂക്കി നോക്കാൻ കഴിയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞാൽ അതിനെ പരിഹസിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഖബർ ജീവിതം അതൊന്നും ഇല്ല എന്ന് പറയുന്ന ആ രൂപത്തിലേക്ക് അവർ മാറുന്ന അവസ്ഥ. എന്നാൽ ഇസ്ലാമിൽ കാണാൻ സാധിക്കും ഒരു അണുമണി തൂക്കമായി നന്മ ചെയ്തു കഴിഞ്ഞാൽ അത് അവന്റെ മീസാനിൽ, അവന്റെ തുലാസിൽ അത് കാണുമെന്ന് പറയുന്ന ആ കാഴ്ചപ്പാടാണ് ഇസ്ലാമിലുള്ളത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും മീസാനുണ്ട്. ആ മീസാനിൽ നമ്മുടെ അമലുകൾ തൂക്കപ്പെടും. എത്രത്തോളം ആകാശവും ഭൂമിയും അടക്കം തൂക്കപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അത്രമേൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളിൽ പോലും തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കാത്തതാണ് എന്ന് ആലോചിച്ചുകൊണ്ട് അതിനെ അവഗണിക്കുക, അതിനോട് മാറ്റി നിർത്തുക, പലപ്പോഴും അതിനെ പരിഹസിക്കുക. ഇന്ന് ആധുനിക കാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ശാസ്ത്രവിരുദ്ധമാണ്, ശാസ്ത്രത്തിന് ചേരാത്തതാണ്. ശാസ്ത്രീയമായി നമുക്ക് ആലോചിക്കാൻ പറ്റൂ. അപ്പൊ ചന്ദ്രനെ പിളർത്തി എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശാസ്ത്രത്തിന് അനുഗുണമായി മാറുക എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ശാസ്ത്രീയമായി എന്തെല്ലാം ഉണ്ടോ അതിന് ഞങ്ങൾ അംഗീകരിക്കും, അല്ലാത്തതൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോലും പല ആളുകളും മാറുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തം എന്നത് അള്ളാഹും റസൂൽ എന്ത് പറഞ്ഞോ ആ രൂപത്തിൽ അവിടെ നിൽക്കുക എന്നതാണ്. അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് നമ്മുടെ ആദർശം. അതല്ലാതെ അതിലപ്പുറം അത് എന്തെങ്കിലും ഹിക്മത്ത് തേടി നമുക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ ശ്രമിക്കാം. പക്ഷെ നമുക്ക് അറിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അതൊരിക്കലും പ്രമാണവിരുദ്ധമാവുന്നില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഒക്കെ ഈ ദീനിനെ പാലിച്ചു പോന്നിരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹീന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന ഉറച്ച ബോധ്യം സ്വഹാബത്തിനുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അത് വഹീ ആയിരിക്കും, അതിൽ യാതൊരു കളങ്കവും ഉണ്ടാവില്ല എന്ന് എത്ര ഉദാഹരണങ്ങൾ.
ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ തന്റെ നമസ്കാരത്തിന് വേണ്ടി ഇമാമത്ത് നിൽക്കുകയാണ്. അന്നത്തെ പള്ളി എന്നത്, മദീനയിലെ അന്നത്തെ പള്ളി, അത് പലപ്പോഴും ഇന്ന് നമുക്കുള്ള പോലെ വിശാലമായ വളരെ നല്ല സൗകര്യമൊന്നും ഇല്ല. മരുഭൂമിയിലെ മണലിലായിരിക്കും നമസ്കരിക്കുന്നുണ്ടാവുക. അവിടെ പലപ്പോഴും പല മാലിന്യങ്ങളും ഒക്കെ പലപ്പോഴും അതിന് കൂടെ തന്നെ ഉണ്ടാവും. ഒരിക്കൽ റസൂൽ നമസ്കരിക്കുന്ന സമയത്ത് അന്ന് ചെരുപ്പ് ധരിച്ചുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. ആ സമയത്ത് ചെരുപ്പ് ധരിക്കൽ അനുവദനീയമായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് നമസ്കാരം തുടങ്ങി കഴിഞ്ഞു. നമസ്കാരം തുടങ്ങി മുന്നോട്ട് പോയപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായിട്ട് വരുന്നത്. റസൂലെ, താങ്കളുടെ ചെരുപ്പിന്റെ അടിയിൽ കുറച്ച് മാലിന്യങ്ങളുണ്ട്, അതുകൊണ്ട് ഈ ചെരുപ്പ് താങ്കൾ മാറ്റി വെക്കണം എന്നുള്ള വഹി വരുന്നത്. ഇത് കേട്ടയുടൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിൽക്കുന്ന റസൂൽ തന്റെ ചെരുപ്പ് തന്റെ അടിയിലേക്ക് മാറ്റി വെക്കുകയാണ്. റസൂൽ ഇത് മാറ്റി എന്ന് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ പിന്നിലുള്ള മഅ്മൂമികളായുള്ള സ്വഹാബത്ത് എല്ലാവരും അവരുടെ ചെരുപ്പുകളും തന്റെ അരികിലേക്ക് മാറ്റി വെക്കുന്ന കാഴ്ച കണ്ടു. നമസ്കാര ശേഷം റസൂലിനെ നോക്കിയപ്പോൾ എല്ലാവരുടെയും സൈഡിൽ അവർ ചെരുപ്പുകളുണ്ട്. അപ്പൊ റസൂൽ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ മാറ്റി വെക്കാനുള്ള കാരണം? സ്വഹാബത്ത് പറഞ്ഞു, അല്ലയോ റസൂൽ റസൂൽ ഉദ്ദേശിച്ചോട് പറയുകയാണ്, താങ്കൾ അങ്ങനെ ചെയ്തത് കൊണ്ട് ഞങ്ങളും അത് ചെയ്തു, അതിലപ്പുറം ഞങ്ങൾക്ക് ഒന്നുമില്ല, അതിന്റെ ഹിക്മത്ത് ഞങ്ങൾ തേടിപ്പോയിട്ടില്ല, താങ്കൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, എനിക്ക് വഹി ഇറങ്ങിയിരുന്നു, എന്റെ ചെരുപ്പിനടിയിൽ മാലിന്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ മാറ്റിയതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അത്തരത്തിൽ റസൂലിനെ അപ്പടി ഒപ്പിയെടുക്കുക എന്നതായിരുന്നു അവിടുത്തെ കാഴ്ചപ്പാട്. ഇസ്രാ മിഅ്റാജ് വേളയിൽ നമുക്ക് എവരും പരിചയമുള്ള സംഭവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ ഇസ്രാവും മിഅ്റാജും ഒക്കെ ചെയ്തു എന്ന കാര്യം പറഞ്ഞപ്പോ റസൂലിനെ അടിക്കാനുള്ള നല്ലൊരു വടി ഞങ്ങൾക്ക് കിട്ടി എന്ന് ചിന്തിച്ചുകൊണ്ട് ശത്രുക്കൾ ഒരുങ്ങി ഇറങ്ങുകയാണ്. ആ സമയത്ത് അവര് പല സ്വഹാബിമാരോടും ചോദിക്കുന്നുണ്ട്, നിന്റെ റസൂൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? എത്രമാത്രം മൗഢ്യമാണ്! ഇപ്പൊ റസൂൽ പറയുന്നതൊക്കെ കളവാണ് എന്ന കാര്യം ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടില്ലേ എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചപ്പോ എന്താ അദ്ദേഹം പറഞ്ഞത്? ഇത് റസൂൽ പറഞ്ഞോ? അദ്ദേഹം ഏഴാം ആകാശത്ത് പോയി തിരിച്ചു വന്നു എന്ന കാര്യം റസൂൽ പറഞ്ഞോ? അതെ, റസൂൽ പറഞ്ഞു. ഇന്നി ലഉസ്വദ്ദിഖഹു, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു, എനിക്ക് യാതൊരു ശങ്കയും അതിലില്ല എന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചു. കാരണം ആ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ചു, അള്ളാഹുവിന്റെ റസൂലിനെ ഏഴാം ആകാശത്ത് നിന്നും വഹിയായിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം മലക്ക് റസൂലിന്റെ അടുക്കൽ വന്ന് വഹി പറഞ്ഞു കൊടുക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെയാണോ എനിക്ക് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പോയി വരുമെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പ്രയാസം? അത്രമേൽ വിശ്വാസ ദൃഢത അവർക്ക് ഏവർക്കും ഉണ്ടായിരുന്നു. ഇത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, എന്നോട് വിശ്വസിക്കാൻ പറഞ്ഞു. ഞാനത് പൂർണ്ണമായും അത്തരത്തിൽ മുസ്ലിമായി മാറാൻ ഞാൻ വിധിക്കപ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുന്ന രൂപത്തിലേക്ക് പ്രവാചകന്മാർക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസവും ആ രൂപത്തിൽ അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിൽക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു വിഷയം, അള്ളാഹു എല്ലാത്തിന്റെയും സ്രഷ്ടാവും ഉടമസ്ഥനും അള്ളാഹുവാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. പ്രിയമുള്ളവരെ, നമ്മൾ നിസ്സാരരാണ്. എത്ര അവസരങ്ങൾ നമുക്ക് കണ്ടു, എത്രമേൽ നിസ്സാരമായ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്ന മരണ വാർത്തകൾ നമ്മെ വീണ്ടും വീണ്ടും തുറപ്പിക്കുന്നതാണ്. ഒരു ഈച്ചയെ പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന ഖുർആനിന്റെ കൽപ്പന. അത്രമേൽ നമ്മൾ നിസ്സാരരാണ് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നിസ്സാരരായ നമ്മെ സഹായിക്കുവാൻ, നിസ്സഹായരായ നമ്മെ സഹായിക്കുവാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന ബോധ്യം നമുക്ക് സ്വാഭാവികമായും ഉണ്ടാവും. മറ്റൊന്ന്, പ്രവാചകന്മാർ അഖിലവും പഠിപ്പിച്ചത് ഈ തൗഹീദ് തന്നെയാണ്. ആദം നബി അലൈഹി സ്വലാം അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ മുഴുവൻ നോക്കുകയാണെങ്കിൽ റബ്ബന അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളാണ് അന്നും ഇന്നും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ പ്രവാചകന്മാരും റസൂൽമാരും അവരുടെ മുസ്ലിങ്ങളും ഒക്കെ അവരുടെ സമൂഹത്തിലേക്ക് പോകുമ്പോൾ റബ്ബന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അത് തന്നെയാണ് ഇന്നും നമ്മുടെ നമസ്കാരങ്ങളിൽ അടക്കം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എന്തൊക്കെ നമ്മൾ വിട്ടു നിന്ന് കഴിഞ്ഞാൽ, പുതിയ കാലല്ലേ, നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആവാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടിപ്പോ ഒരു സലഫി പള്ളിയിലൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവർ പലപ്പോഴും ഈ ശിർക്കിന്റെ ഗൗരവം തിരിച്ചറിയാതെ പോവുകയാണ്. ശിർക്ക് സംഭവിച്ചാലുള്ള ഏറ്റവും വലിയ പ്രശ്നം അവർ വഴി പിഴച്ചവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വമൻ അദല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാ, അത്രമേൽ അവർ വഴി പിഴച്ചുപോയി. അവർ വളരെ പ്രകടമായ വഴികളിലാണ്, ഒരുപാട് ദൂരം അവർ വഴിപിഴച്ചു പോയി. വളരെ പ്രകടമായ രൂപത്തിൽ, വ്യക്തമായ രൂപത്തിൽ അവർ വഴിപിഴച്ചു പോയി എന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകളെ പറ്റി ഈ പറഞ്ഞ നിസ്സാരമായിട്ട് ഒരു ഐക്കലല്ലേ, അല്ലെങ്കിൽ ഒരു ഉറുക്കല്ലേ, ഒരു ഏലസ് അല്ലേ എന്ന് പറയുന്ന ആരെങ്കിലും ഏലസ് കിട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു.
ആരെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് സത്യം ചെയ്തു കഴിഞ്ഞാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു. അള്ളാഹുവിനെ വിളിച്ച് മാത്രമേ നമുക്ക് സത്യം ചെയ്യാൻ പാടുകയുള്ളൂ. വല്ലാഹി, അള്ളാഹുവാണ് സത്യം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്ത എന്തെങ്കിലും നമ്മുടെ വാക്കിൽ സംസാരത്തിൽ വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ശിർക്കിനകപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ശിർക്കിൽ പെട്ട് കഴിഞ്ഞാൽ അവർ വളരെ വ്യക്തമായ വഴികേടിലാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്. മറ്റൊന്ന്, അത്തരം ആളുകൾക്ക്, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഇഹലോകവും പരലോകവും നഷ്ടമായിരിക്കും. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും കൊടിയ, ഏറ്റവും മഹത്തായ പാപം എന്നത് അത് ശിർക്ക് തന്നെയാണ്. വൻപാപങ്ങളിൽ ഏറ്റവും ഒന്നാമതായി എണ്ണിയതും ശിർക്കിനെ തന്നെയാണ്. ലുക്മാൻ അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുകയാണ് തന്റെ മകന്, ഇന്ന ശിർക ലദുൽമുൻ അദീം, അല്ലയോ മകനെ, ശിർക്ക് എന്നത്, അള്ളാഹു അല്ലാത്തവരിൽ നീ പങ്കു ചേർക്കുക എന്നത് അത് ഏറ്റവും വലിയ അക്രമമാണ് കേട്ടോ, നിനക്കത് ഉണ്ടാവാൻ പാടില്ല കേട്ടോ എന്ന് സ്വന്തം മകനോട് പറയുകയാണ്. പ്രമാണം നമുക്ക് കാണാൻ സാധിക്കും, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് മനഃശാന്തി നഷ്ടപ്പെടും, മനസ്സമാധാനം ഉണ്ടാവില്ല. വീട്ടിൽ പലപ്പോഴും പല പ്രയാസങ്ങളാണ്, കുടുംബ പ്രശ്നങ്ങളാണ്, ജോലിയിൽ ഒരു ബർക്കത്തുമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ തങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യം ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരാണ്. ഷർറുൽ ബരിയ ഉലൈക ഹും ഷർറുൽ ബരിയ, അത്തരം ആളുകൾ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവരാണ് എന്ന് ഖുർആനിലൂടെ കാണാൻ സാധിക്കും. അവരുടെ കർമ്മങ്ങൾ അത് നിഷ്ഫലമായിരിക്കും. പരലോകത്തെത്തുമ്പോൾ ആ കർമ്മങ്ങൾ യാതൊരു നേട്ടവും അവർക്ക് ഉണ്ടാക്കുകയില്ല. മാത്രമല്ല അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, അവർക്ക് നരകം അത് നിർബന്ധമായിരിക്കും. അള്ളാഹു അവർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയില്ല എന്നും പറയുന്ന രൂപത്തിൽ അത്രമേൽ ഗൗരവമാണ് ശിർക്കിന്റെ വിഷയം. നമ്മളോ നമ്മുടെ കുടുംബത്തിലോ ഒരാൾ പോലും ഈ പറഞ്ഞ രൂപത്തിൽ, നമ്മുടെയൊക്കെ നാടുകളിൽ പോലുമുള്ള കൊടുങ്ങല്ലൂരും മതിലകവും ഒക്കെയുള്ള അത്തരം തർക്കങ്ങളിലും അത്തരം പിന്നെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അത്തരം മത്തുപറയിലേക്കും ജാറങ്ങളിലേക്കും ഒന്നും നമ്മളോ നമ്മുടെ കുടുംബമോ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്തുക. നമ്മുടെ വിശ്വാസത്തെ ഏറ്റവും കൃത്യമായി അള്ളാഹു അഹദാണ്, അള്ളാഹുവിന്റെ വഹ്ദാനിയത്തും അള്ളാഹുവിന്റെ ഉലൂഹിയത്തും തൗഹീദിന്റെ റുബൂബിയത്തും ഉലൂഹിയത്തും ഒക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന, അത് പഠിക്കുന്ന, അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന ആളുകളായി നമുക്കൊക്കെ മാറാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറ്റവും ഗൗരവത്തിൽ, ഒരുപക്ഷെ പരിശുദ്ധ ഖുർആൻ തന്നെ ഏറ്റവും ഗൗരവത്തിൽ പറഞ്ഞ വിഷയം ഏത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് തൗഹീദിന്റെ വിഷയമാണ്. ഏറ്റവും ഗൗരവത്തിൽ വിലക്കിയ ഒരു വിഷയം എന്നത് അത് ശിർക്കിന്റെ കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഒരിക്കൽ പോലും നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ നമ്മളിലേക്ക് ശിർക്ക് കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ ഭൗതികവാരാധനയുടെ ഒരു എലമെന്റും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്ന കാര്യം ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു സഹോദരി തൗഹീദ് കൃത്യമായി വിശ്വസിക്കുന്ന നല്ല ഉറച്ച ബോധ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അവരുടെ വീട്ടിൽ പുതിയൊരു വീട് കുടിയിരിക്കുകയാണ്. പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന സമയത്ത് ഒരുപാട് മാമൂലുകൾ ഉണ്ടാവും. അവിടെ പിന്നെ പ്രശ്നം വെച്ച് നോക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ പല പുതിയ ആചാരങ്ങൾ ഉണ്ടാവും. കന്നിമൂല പോലുള്ള ശിർക്കിൽ അധിഷ്ഠിതമായ പല ആചാരങ്ങളും ശ്രദ്ധിക്കേണ്ട അവസ്ഥയൊക്കെ ഉള്ള ഒരു കുടുംബമാണ്, മുസ്ലിം കുടുംബമാണ്. അപ്പൊ ആ സഹോദരിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അതൊന്നും പാടില്ല, അതൊന്നും വേണ്ട വേണ്ട എന്ന് വളരെ കൃത്യമായി വാശി പിടിച്ചുകൊണ്ട് തന്നെ അതൊന്നും ഇല്ലാത്ത രൂപത്തിൽ അവരുടെ ഭർത്താവ് അങ്ങനെ തീരുമാനിക്കുകയും അവർ പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുകയുമാണ്. അങ്ങനെ ഈ അനാചാരങ്ങൾ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. ആ വീട്ടിലേക്ക് പ്രവേശിച്ച തൊട്ട് പിറ്റേ ദിവസം തന്നെ ആ സ്ത്രീയുടെ ഭർത്താവ് അവർക്ക് മാറാത്തൊരു രോഗം സംഭവിക്കുകയാണ്. ഇത് സംഭവിച്ചതോടും തന്നെ ഒരുപാട് ആളുകൾ അവരുടെ കുടുംബത്തിലും നാട്ടുകാരുമായ എല്ലാവരും പറയുകയാണ്, നിങ്ങൾ ഈ പ്രശ്നം വെച്ച് നോക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ കന്നിമൂല നോക്കാത്തത് കൊണ്ടാണ് ഈ അസുഖം വന്നത് എന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കുകയും കുത്തുവാക്ക് പറയുകയും. സ്വാഭാവികമാണെന്ന് ആലോചിച്ചു, ഒരു വനിതയാണ്, ഒരു സ്ത്രീയാണ്, അവർ പകച്ചുപോയൊരു സമയമായിരുന്നു. പക്ഷെ അപ്പോഴും അവർ ആ ഒരു ആദർശം വിട്ടില്ല എന്നുള്ളതാണ്. അതൊന്നും എനിക്ക് പാടുള്ളതല്ല, ആ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഈ അസുഖമല്ല, ഇതിലും മേലെ എന്തോ എനിക്ക് വരാനുണ്ട്, അതൊരു പക്ഷേ ഇവിടെ ആയിരിക്കില്ല, നാളെ പരലോകത്തായിരിക്കും എന്ന ബോധ്യത്തോടു കൂടി അതിൽ അവർ അടിയുറച്ചു നിന്ന ഒരു അനുഭവമുണ്ട്. അത്തരത്തിൽ വിശ്വാസത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ പല അപകടങ്ങൾ വരുമ്പോഴൊക്കെ അള്ളാഹു അല്ലാത്തവരെ പെട്ടെന്ന് വിളിക്കുന്ന ബദരീങ്ങളെ, മുഹിദ്ദീൻ ശൈഖെ, കാക്കണെ, സി എം മടവൂരെ എന്നൊക്കെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മിലേക്ക് അത് വരാതിരിക്കാൻ, ഒരുപക്ഷെ ഇത്തരം ആളുകൾ അതിലേക്ക് എത്താൻ സാധ്യത ഉണ്ടാവുന്നത് 2-3 കാറ്റഗറിയിൽ വരുന്നത് കൊണ്ടാണ്. ഒന്നുകിൽ അള്ളാഹു അല്ലാത്തവരെ വിളിക്കാൻ സാധ്യത ഉണ്ടാവുക എന്നത് ഒന്നുകിൽ അവർ പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കും, എന്തെങ്കിലുമൊക്കെ നിലയ്ക്ക് മാനസികമോ ശാരീരികമോ ജോലി സംബന്ധമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒക്കെ പ്രയാസങ്ങളും പരാധീനതകളും അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവരിലേക്ക് സ്വാഭാവികമായിട്ടും ശിർക്കിന്റെ ഇത്തരം അംശങ്ങൾ, അത് ഇപ്പൊ പൗരോഹിത്യം വളരെ പെട്ടെന്ന് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം മാറാൻ
ഇന്നൊരു ദിക്ർ നിങ്ങൾ 100 വട്ടം ചൊല്ലൂ, ഒഴിതിന് ശേഷത്തിന്റെ പേരുള്ള ദിക്ർ സ്വലാത്ത് അല്ലെങ്കിൽ ഹത്താത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടത്തൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും പെട്ടുപോകാം. ഓൾറെഡി വലിയ പ്രയാസത്തിലാണ്, വലിയ പരാധീനതകളിലാണ് ഞാൻ ജീവിക്കുന്നത്, അതൊന്ന് മാറി കിട്ടിയാൽ എന്ത് വഴിയും സ്വീകരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ പലപ്പോഴും ഇത്തരത്തിൽ ഈ കൂട്ടത്തിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കൂട്ടം ആളുകൾ മതപരമായ അറിവില്ലാത്ത ആളുകളാണ്. മതപരമായി ഇത് ശിർക്കാണ്, ഇത് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിക്കുക എന്നത് എന്റെ ജീവിതത്തിൽ സകലവിധ നഷ്ടങ്ങളും ഉണ്ടാക്കുന്ന, ഞാൻ ഏറ്റവും വലിയ മോശക്കാരിൽ പെടുന്ന ഒരു വിഷയമാണ് എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം അതിൽ പെട്ടുപോകുന്നത്. മൂന്നാമത്തെ ഒരു കൂട്ടം കാരണവന്മാരായി അല്ലെങ്കിൽ ഞങ്ങളുടെ മുൻഗാമികളായിക്കൊണ്ട് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ഈ ഒരു പാതയിൽ വിശ്വസിച്ച് വരുന്ന ആളുകളാണ്. അവർക്കൊക്കെ ഈ പിഴവ് സംഭവിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. എങ്കിൽ അവർ പോവാത്തൊരു സ്വർഗത്തിൽ ഞങ്ങളും പോണ്ട എന്നൊക്കെ പറയുന്ന അത്രമേൽ ഗൗരവകരമായി തങ്ങളുടെ വിശ്വാസം എന്നത് തങ്ങളുടെ വാപ്പാന്റെ വാപ്പയും ഒക്കെ ജീവിച്ചത് എങ്ങനെയാണോ, അവരെങ്ങനെയാണോ വിശ്വസിച്ചത് ആ രൂപത്തിൽ തന്നെയായിരിക്കും എന്ന് ഉറപ്പിക്കുന്ന, ആ രൂപത്തിൽ അതിനെ വാശി പിടിക്കുന്ന ആളുകളായിട്ട് മൂന്നാമത്തെ ഒരു കൂട്ടം ആളുകളെയും കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ തന്നെ ഈ വിഷയത്തെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ പ്രമാണങ്ങളിലേക്കാണ് മടങ്ങേണ്ടത്. അള്ളാഹുവും അവന്റെ റസൂൽ എന്താണോ പറഞ്ഞത് അതിലാണ് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടത്. അതല്ലാതെ നിങ്ങളുടെ പിതാക്കളോ പൂർവ്വപിതാക്കളോ അവരെന്തെങ്കിലും ഇത്തരത്തിലുള്ള ശിർക്കിലേക്കും വിദഅത്തുകളിലേക്കും പോയിട്ടുണ്ടെങ്കിൽ അതല്ല നിങ്ങളുടെ പ്രമാണം. നിങ്ങളുടെ പ്രമാണം എന്നത് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുമാണ് എന്ന കൃത്യമായ ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാത്തിനും മതിയായവനാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാം, പറയാം. നിങ്ങൾ എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുവോ അള്ളാഹു അതിനേക്കാളേറെ നമ്മളിലേക്ക് ഇങ്ങോട്ട് അടുത്തു വരുമെന്നതാണ്. അള്ളാഹു നമുക്ക് എല്ലാത്തിനും അലൈഹിസ് അല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു പോലെ എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം നമുക്ക് ഏവർക്കും വലിയ രൂപത്തിലുള്ള ഒരു തിരിച്ചറിവാണ്. വലിയ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. ശിർക്കിലേക്ക് നമ്മൾ പോകാതിരിക്കാനുള്ള, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ കടന്നു വരുന്ന നമ്മുടെ സംസാരത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ശിർക്ക് കടന്നു വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ റഹ്മതക അർജു വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത അയ്ൻ. അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുകയാണ്, അത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത അയ്ൻ, അല്ലാഹുവേ എന്റെ കണ്ണിമ വെട്ടുന്ന സമയം പോലും, എന്റെ കണ്ണുകൾ ഇമ വെട്ടുന്ന സമയമല്ലോ, ആ സമയം പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത് റബ്ബേ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. അത്രമേൽ പൂർണ്ണമായി അള്ളാഹുൽ തവക്കുലാക്കിക്കൊണ്ട് ഈ ചൂഷണങ്ങളെ, ആത്മീയ ചൂഷണങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കെണികളിൽ നമ്മൾ പെടില്ല എന്നതും എന്റെ വിശ്വാസം എന്നത് അത് പ്രമാണങ്ങൾക്ക് അനുസൃതമായിരിക്കും, അതല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട എന്നും വിശ്വസിക്കുന്ന, അതിൽ മുറുകെ പിടിക്കുന്ന, അതിൽ അഭിമാനബോധം കണ്ടെത്തുന്ന, തൗഹീദ് പാലിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അള്ളാഹു റസൂലിന്റെ സുന്നത്തുകൾ പാലിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അതിൽ ഒരു ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്ന ആളുകളായി അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബിമാരുടെയും ഒക്കെ ആ മാർഗത്തിൽ അടിവച്ച് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഇതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ ആചാരങ്ങളിലും ഒക്കെ സംഭവിക്കാൻ ഇടയുള്ള എല്ലാ ശിർക്കിന്റെ എല്ലാ വശങ്ങളും അള്ളാഹു അതിൽ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരുടെ ഖബറിനെ വിശാലമാക്കി നമ്മയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ രോഗവും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ ജോലി സംബന്ധമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകൾ, അള്ളാഹു നമ്മെ ഏവരെയും അത്തരം പ്രയാസങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ തൊട്ട് അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും ഒക്കെ കൺകൂടിലും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതം അത് ഹൈറാവുന്ന കാലത്തോളം അള്ളാഹു നമ്മുടെ ആയുസ് നീട്ടിത്തരാനും, മരണം അത് എപ്പോഴാണോ ഹൈറാവുന്നത് ആ സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികളുമായി മരണപ്പെടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് ഈ പുതിയ കാലത്തെ ഓരോ വെല്ലുവിളികളെയും അവരുടെ വിശ്വാസത്തെയും അവരുടെ ആചാരങ്ങളെയും അവരുടെ മതത്തെയും ഒക്കെ ബാധിക്കുന്ന വെല്ലുവിളികളെ കൃത്യമായി നേരിടുവാനും അതിനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات اللهم احياء منهم والاموات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر اخواننا المجاهدين في فلسطين اللهم انصر اخواننا المجاهدين في فلسطين اللهم انصر اخواننا المجاهدين في كل مكان اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.